അതായത് പഴയ കാരണവന്മാരിങ്ങനെ പിറുകൊടുത്തോണ്ടിരിക്കും, വായി തോന്നൊക്കെ വിളിച്ചു പറയും, ശല്യക്കാരായ കാരണവന്മാർ. അത് ശരിയാ, 100% ശരിയാ. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിൻ്റെ വായം കടയും. എപ്സ്റ്റീൻ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല്ല. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലമാണ്. അതായത് ഇപ്പോഴല്ല, പോക്സോ കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ, നാണക്കേട്, ഇത്രയും വലിയൊരു പ്രസിഡന്റ് പ്രായം കുറഞ്ഞ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായി ഫയലിൽ പറയും, എപ്സ്റ്റീൻ ഫയൽസ്. അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ പിന്നെ ഉണ്ട്. അതിപ്പോൾ കോൺഗ്രസ്സിൽ ആവശ്യപ്പെടുന്നവർ പുറത്തു വിടണമെന്ന് പറയും. ഇത് പുറത്തു വരും, ഇത് സുതാര്യമാകണമെന്നുണ്ട്. ഈ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പുറത്തു വിടാവുന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അത് പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെല്ലാം മറ്റേ കാര്യം പറയുമെന്ന് പറയുന്നത്, എപ്സ്റ്റീൻ കാര്യം എന്തോ ആയി എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കും. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ, പിച്ചും പേരും പറയുന്ന പോലെ, പാകിസ്ഥാൻ നമ്മുടെ റഫാൽ വിമാനം ചൈനയുടെ ആയുധം കൊണ്ട് തകർത്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഞാൻ 309% പിന്നെ ചുങ്കം ചുമത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ പേടിച്ച് എന്നാൽ ഇനി യുദ്ധത്തിനില്ലെന്നും പറഞ്ഞ് കീഴടങ്ങി എന്നൊക്കെ വട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളിത് 50% തീരുവ ഏർപ്പെടുന്നത് എന്തോ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടായത്, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല.